ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാഖയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. സപ്തകാഞ്ചന ഗൗരാംഗേ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമിൻ ഇതി നാമിനെ. നമ ആചാര്യപാദായ നിതായ കൃപപ്രദായിനെ ഗൗരകഥാദാമദയ നഗരഗ്രാമധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ശ്രീ ശ്രീ രാധാ ഗോവിന്ദ് കി ജയ്. ശ്രീല പ്രഭുപാദ് കി ജയ്. ഗുരു മഹാരാജ് കി ജയ്. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തർക്കും സ്വാഗതം. നമ്മള് 16 മന്ത്രങ്ങള് നോക്കിക്കഴിഞ്ഞു അല്ലേ? ഇനി 17ാമത്തെ മന്ത്രാണ്. 2 മന്ത്രങ്ങള് മാത്രമേ ഉള്ളൂ. ഈശോപനിഷത്ത് കഴിയാണ്. അപ്പോ നിങ്ങൾക്ക് 4 മണി തന്നെ വേണമെന്നാണ് പറഞ്ഞിരിക്കണേ അല്ലേ? അപ്പൊ മറ്റു 2 ബാച്ചുകാരുടെ കാര്യം എന്താണെന്ന് നോക്കട്ടെ. എന്നിട്ട് എല്ലാം കൂടി ഒരു മെർജ് ചെയ്ത ഒരു ക്ലാസ് ആണെങ്കിൽ ഏറ്റവും എളുപ്പമായിരുന്നു. അറിയില്ല എങ്ങനെയാന്ന്. നിങ്ങളുടെയും കൂടി സൗകര്യം കണക്കിലെടുക്കും. ഹരേ കൃഷ്ണ. മന്ത്രം 17 നമുക്ക് നോക്കാം. മന്ത്രങ്ങൾ 15 മുതൽ 18 വരെ മരണത്തിന്റെ സമയത്ത് ഭഗവാന്റെ ആത്മീയ രൂപത്തിന്റെയും കരുണയുടെയും വെളിപ്പെടുത്തലിനുള്ള മന്ത്രങ്ങളായിരുന്നു. കൃഷ്ണന്റെ സാക്ഷാത്കാരം നേടുന്നതിന് അവന്റെ ആത്മീയ ശക്തിയായ ബ്രഹ്മജ്യോതിയുമായുള്ള ബന്ധവും ഒരാൾ മനസ്സിലാക്കണമെന്ന് മന്ത്രം 15 വിശദീകരിക്കുന്നു. ഭഗവാൻ തന്റെ ആത്മീയ രൂപം വെളിപ്പെടുത്താൻ മന്ത്രം 15 മന്ത്രത്തിന്റെ പ്രാർത്ഥന തുടരുന്നു. മന്ത്രം 17 മരണസമയത്ത് കൃഷ്ണനെ മനസ്സിലാക്കാൻ പ്രാർത്ഥന ഊന്നി പറയുന്നു. കൃഷ്ണന്റെ കാരുണ്യം നേടാൻ ആഗ്രഹിക്കുന്ന ഭക്തന്റെ സമാപന പ്രാർത്ഥനയാണ് മന്ത്രം 18. വായുരനിലമൃതം അധേദം ഭസ്മാന്തം ശരീരം ഓം ക്രതോ സ്മര കൃതം സ്മര ക്രതോ സ്മര കൃതം സ്മര. ഈ ശരീരം ഭസ്മമായി തീരട്ടെ. എന്റെ പ്രാണവായു പ്രപഞ്ചവ്യാപിയായ വായുവിൽ അലിഞ്ഞു ചേരട്ടെ. ഈ സന്ദർഭത്തിൽ അല്ലയോ ഭഗവാനെ, എന്റെ എല്ലാ കൃത്യങ്ങളെയും അങ്ങ് സ്മരിക്കണമേ. അങ്ങ് ആത്യന്തിക ഭോക്താവാകയാൽ ഞാൻ അങ്ങേക്കു വേണ്ടി ചെയ്തതെല്ലാം അങ്ങ് ഓർക്കണമേ എന്നാണ്. എന്ത് നല്ല സുന്ദരമായ പ്രാർത്ഥനയാണ് അല്ലേ? അതിന് നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ യോഗ്യരാവണം അല്ലേ? നമ്മള് ഭഗവത് സേവനം നിരന്തരം ചെയ്തു വന്നവരാവണം. അങ്ങനെയുള്ളവർക്കേ ഇങ്ങനെയുള്ള പ്രാർത്ഥന ചെയ്യാനും സാധിക്കുള്ളൂ അല്ലേ? അപ്പൊ എന്റെ ശരീരം ഭസ്മമായി തീരട്ടെ, എന്റെ പ്രാണവായുവോ ഈ പ്രപഞ്ച വ്യാപിയായിട്ടുള്ള വായുവിൽ അലിഞ്ഞു ചേരട്ടെ. ഈ സന്ദർഭത്തിൽ അല്ലയോ ഭഗവാനെ, എന്റെ എല്ലാ കൃത്യങ്ങളെയും അങ്ങ് സ്മരിക്കണമേ. അങ്ങ് ആത്യന്തിക ഭോക്താവാകയാൽ ഞാൻ അങ്ങേക്ക് വേണ്ടി ചെയ്തതെല്ലാം അങ്ങ് ഓർക്കണമേ. അപ്പൊ അങ്ങേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടാവണം അല്ലെ? എന്നാലേ നമുക്കത് ഓർക്കാൻ പറയാൻ സാധിക്കുള്ളൂ അല്ലെ? സ്മരിക്കണേ ഭഗവാനെ എന്ന് പറയാൻ സാധിക്കണമെങ്കിൽ നന്മകള്, നല്ല സത്പ്രവർത്തികള്, സേവനങ്ങള് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാവണം. ക്ഷണികമായ ഭൗതിക ശരീരം തീർച്ചയായും പുറമേയുള്ള ഒരു വസ്ത്രം മാത്രമാണ്. ഭൗതിക ശരീരം നശിക്കുന്നതോടുകൂടി ഒരു ജീവി സമ്പൂർണമായി നശിക്കുകയോ അതിന്റെ വ്യക്തിത്വം നശിക്കുകയോ ചെയ്യുന്നില്ല എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. 2:20 ന ജായതേ മ്രിയതേ വാ കഥാജി നായം ഭൂത്വാ ഭവിതാവാ ന ഭൂയ അജോ നിത്യശാശ്വതോയം പുരാണോ നഹന്യതേ ഹന്യമാനേ ശരീരേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ ആത്മാവിന് ഒരു നാശവും സംഭവിക്കുന്നില്ല. അതിവിടെ കൊടുത്തിട്ടുണ്ട്. താൽക്കാലിക ഭൗതിക ദേശം തീർച്ചയായും ഒരു വിദേശ വസ്ത്രമാണ്. ശരീരം എന്ന് പറയുന്നത് ഒരു വസ്ത്രം മാത്രമാണ്. ജീവിതത്തിന്റെ പൂർണ്ണത എന്താണ്?
ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ വാസുദേവ സർവമിതി സമഹാത്മാ സുദുർലഭ എന്നുള്ളതാണ്. എത്രയോ ജന്മങ്ങൾക്ക് ശേഷമാണ് ഒരു വ്യക്തി ജ്ഞാനവാനാവണേ, ഭഗവാനാണ് സർവസ്വവും എന്ന് അറിയണത്, ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം നേടണത്. അങ്ങനെയുള്ള ആ മഹാത്മാക്കള് ദുർലഭമാണ്, വിരളമാണ് എന്ന്. അടുത്ത ജീവിതം ആരാണ് തീരുമാനിക്കുന്നത്? യം വ്യം വാഭിസ്മരൻ ഭാവം ത്യജത്യന്തേ കളേവരം തം തമേവ ഇതി കൗന്ദേയ സദാ തദ്ഭാവഭാവിത. ഏതേത് ഭാവം സ്മരിച്ചുകൊണ്ടാണോ ഒരു ജീവാത്മാവ് ശരീരത്യാഗം ചെയ്യുന്നത്, അതാത് ഭാവത്തെ തന്നെ പ്രാപിക്കുന്നു. അപ്പോ നമ്മള് ആ മരണസമയത്ത്, ആ മരണവേളയിലെ അന്ത്യസമയത്ത് എന്താണോ സ്മരിച്ചു കൊണ്ടിരിക്കുന്നത്, ആ ഭാവത്തിലാണ് അടുത്ത ശരീരം നമുക്ക് പ്രാപിക്കാൻ സാധിക്കുക എന്ന് നമ്മൾ ഭഗവത്ഗീതയിൽ പഠിച്ചതാണ്. കൃഷ്ണൻ നമാമി കൃഷ്ണം ഭജാമി. അപ്പൊ എന്താ നമ്മൾക്ക് ചെയ്യാനുള്ളത്? ഇത്രയേ ഉള്ളൂ അല്ലെ? കൃഷ്ണനാമം ജപിക്കുക, കൃഷ്ണനെ ഭജിക്കുക. അത് 9-34 ശ്ലോകം പറഞ്ഞിട്ടുണ്ട്. മന്മനാഭവ മദ്ഭക്തോ മദ്യാജി മാം നമസ്കുരു മാമേ വൈശ്യസി യുക്തൈവമാത്മാനം മത്പരായണ. എന്നെ തന്നെ മന്മന, എന്നെ തന്നെ മനസ്സിൽ വിചാരിക്കുക. ഭവ മദ്ഭക്തോ, എന്റെ ഭക്തനാവുക. മദ്യാജി, എന്നെ യജിക്കുക, എന്നെ ഭജിക്കുക. എന്നെ മാം നമസ്കുരു, എന്നെ നമസ്കരിക്കുക. മാമേ വൈശ്യസി യുക്തൈവം ആത്മാനം മത്പരായണ, ഞാൻ അല്ലാതെ ഒന്നുമില്ല എന്നുള്ള ആ ബോധ്യമുള്ള ആള് എന്നെ തന്നെ പ്രാപിക്കും എന്ന് ഭഗവാൻ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. ഭക്തി സേവനത്തിന്റെ 9 പ്രക്രിയകൾ മുമ്പും നമുക്കറിയാം അല്ലെ? ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഇതി പുംസാർപ്പിത വിഷ്ണു ഭക്തിശ്ചേന്നവ ലക്ഷണം എന്നാണ്. 9 ലക്ഷണങ്ങളാണ് ഭക്തിയുടേതായിട്ട്. അപ്പോ നമുക്കറിയാം, ശ്രവണത്തില് ആരാണ്? പരീക്ഷിത്ത് മഹാരാജാവാണ് അല്ലെ? കീർത്തനം ആരാണ്? കീർത്തനം ആരാ ചെയ്തത്? കീർത്തനത്തിന് ഉദാഹരണം ആരാ? പ്രഹ്ലാദ് മഹാരാജാവാണോ? ധ്രുവകുമാർ. ധ്രുവൻ. അതുപോലെ സ്മരണം ആരാ ചെയ്തത്? ഭഗവാനെ സ്മരിച്ചുകൊണ്ട്. അതിന്റെയൊക്കെ നമുക്ക് അറിയണ്ടായിരുന്നു, ഇപ്പൊ ഓർമ്മ വരണില്ല കേട്ടോ. പറഞ്ഞു തരാം. അംബരീഷ മഹാരാജാവ് ആണോ? അതെ, അംബരീഷ് മഹാരാജാവ് നവതാ ഭക്തിയും ചെയ്ത ആള്. പ്രഹ്ലാദനാ മാതാജി. അതന്നെ സ്മരണം പ്രഹ്ലാദ്. അതുപോലെ പാദസേവനം ലക്ഷ്മി ദേവി, അർച്ചനം പൃഥു മഹാരാജാവ്, വന്ദനം ആരാ? അക്രൂരനും ഗജേന്ദ്രൻ. അതെ, അക്രൂരൻ. ദാസ്യം നമ്മുടെ ഹനുമാൻ. സഖ്യം അർജുനൻ. ആത്മനിവേദനം ബലി മഹാരാജ. അതെ, സഖ്യം അർജുനൻ. ഈ 9 ഭക്തി സേവന പ്രക്രിയകള് ദൈവവുമായി നിരന്തരം സമ്പർക്കം പുലർത്താൻ സഹായിക്കും. ഈ വിധത്തിൽ തന്റെ ജീവിതാവസാനം അയാൾക്ക് ഭഗവാനെ ഓർക്കാൻ എളുപ്പമായിരിക്കും. അവയിൽ ഒന്നു മാത്രം സ്വീകരിക്കുന്നതിലൂടെ ഒരാൾക്ക് ഏറ്റവും മികച്ച പൂർണ്ണത കൈവരിക്കാൻ കഴിയും. അപ്പൊ നമ്മൾ ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഈ ജീവിത വേളയില് അല്ലെ, ആരംഭഘട്ടം മുതൽ തന്നെ നമ്മൾ ഭഗവാന് സേവനം ചെയ്തുകൊണ്ടിരിക്കണവരാവണം. എന്നാലേ നമുക്ക് ഭഗവാനോട് പറയാൻ പറ്റുള്ളൂ, ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ സ്മരിക്കണം എന്ന് അന്ത്യകാലത്ത് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ അല്ലെ, അങ്ങേക്ക് വേണ്ടി ചെയ്തതൊക്കെ അങ്ങ് ഓർക്കണമേ എന്ന് അല്ലെ, അങ്ങനെ പറയാൻ സാധിക്കണം. അതിന് നമ്മൾ ചെയ്യണം അല്ലെ. അങ്ങനെ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ ഇവിടെ എന്താ? കേൾവി മഹാരാജ. ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. കേൾവി, ശ്രവണം പരീക്ഷിത്ത്. ഭഗവാനെ ജപിക്കുകയോ മഹത്വപ്പെടുത്തുകയോ ചെയ്യുക ശുഗ ഗോസ്വാമിയാണ് എന്നാ പറയണേ. ശ്രവണം അല്ല, കീർത്തനം ശുഗദേവനല്ലേ പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്തത് ഭാഗവതം. ഭഗവാനെ ഓർക്കുന്നു, അത് പ്രഹ്ലാദ് മഹാരാജാവ്. ഭഗവാന്റെ താമരപാദങ്ങള്, അത് ദേവി ലക്ഷ്മി സംരക്ഷിക്കുന്നു. ഭഗവാനെ ആരാധിക്കുക പൃഥു മഹാരാജാവ്. പ്രാർത്ഥനകൾ നടത്തുന്നത് അക്രൂരന്. ഭഗവാനെ സേവിക്കുന്നു ഹനുമാൻ. ഭഗവാനുമായി ചങ്ങാത്തം അർജുനൻ.
എല്ലാം ഭഗവാനിൽ അർപ്പിക്കുന്നു. ബലി മഹാരാജാവ്. ഭൗതിക ലോകത്തില് ഈ ഭൗതിക പ്രകൃതിയുടെ ഈ ശില്പന സാമർഥ്യം എന്ന് പറഞ്ഞ അത്ഭുതാവഹമാണ് അല്ലെ. ഈ പ്രകൃതിയിലുള്ള അത്ഭുതങ്ങൾ നമുക്ക് നോക്കി കാണുമ്പോൾ മനസ്സിലാവും. ജീവികളുടെ ഇന്ദ്രിയ സന്ദർപ്പണ വാസനയ്ക്കനുസരിച്ച് പലതരം 24 ലക്ഷം തരം ദേഹങ്ങൾ ഉണ്ടെന്നാണ് അല്ലെ, സ്പീഷീസ് ഉണ്ട്. അത് അമേദ്യം ഭുജിക്കണം എന്ന് ആഗ്രഹിക്കണ ജീവിക്ക് അതിനനുസരിച്ചുള്ള പന്നിയുടെ ശരീരം നൽകപ്പെടും. മാംസം ഭുജിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജീവിക്ക് ഇതര ജന്തുക്കളുടെ രക്തമാംസങ്ങൾ അനുഭവിക്കുന്നതിന് പറ്റിയ വ്യാഘ്ര ശരീരം നൽകപ്പെടുകയാണ്. അപ്പൊ നമ്മളോ പഴങ്ങളും സസ്യവർഗങ്ങളും കടിച്ചു മുറിക്കാനും ചവയ്ക്കാനും ഉതകുന്ന രീതിയിലാണ് മനുഷ്യന്റെ പല്ലുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മള് സസ്യാഹാരിയാണ്. മൃഗങ്ങളുടെയും മനുഷ്യരുടെയും ഭൗതിക ശരീരങ്ങള് ജീവാത്മാവിന്റെ ബാഹ്യമായിട്ടുള്ള ആവരണങ്ങൾ മാത്രാണ്. ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കുന്നതിനുള്ള വാസനയ്ക്കനുസരിച്ചിട്ട് ഈ ശരീരങ്ങൾ ഇങ്ങനെ മാറി മാറി കിട്ടിക്കൊണ്ടിരിക്കും. സംസാര ചക്രത്തില് ജീവിയുടെ ശരീരം ഒന്നൊന്നായിട്ട് മാറിക്കൊണ്ടിരിക്കും. ലോകം മുഴുവനും ജലമയമായിരുന്നപ്പോ ജീവസത്തകള് ജലജീവികളുടെ രൂപം കൈക്കൊള്ളുകയാണ് ചെയ്തത്. പിന്നീട് അത് സസ്യങ്ങളുടെയും അതിനുശേഷം കൃമികളുടെയും പിന്നെ പക്ഷികളുടെയും അതിനെ തുടർന്ന് മൃഗങ്ങളുടെയും ഒടുവില് മനുഷ്യന്റെയും ഈ ശരീരമായിട്ട് രൂപാന്തരപ്പെടുകയാണ് ചെയ്തത്. ആധ്യാത്മിക ജ്ഞാനം നേടിയ ഒരാള് അത് പറ്റണത് മനുഷ്യ ശരീരത്തിന് മാത്രമാണ്, മനുഷ്യർക്ക് മാത്രമാണ് അതിന് സാധിക്കുന്നത്. അതുകൊണ്ട് അവരാണ്, മനുഷ്യരൂപമാണ് ഏറ്റവും വികാസം പ്രാപിച്ച രൂപം എന്നിവിടെ പറയാണ്. ആത്മബോധത്തിന്റെ പരമാവധി വികാസം അതാണ് ഈ മന്ത്രത്തിലെ പ്രതിപാദ്യം. ഒരു ജീവി അതിന്റെ ഭൗതിക ശരീരം ഇന്നല്ലെങ്കിൽ നാളെ ഉപേക്ഷിക്കുന്നു. അത് ദഹിച്ച് ചാമ്പലായി തീരുന്നു. അതിലെ പ്രാണവായു അല്ലെ, നമ്മുടെ ജീവൻ, സത്ത എന്ന പ്രജ്ഞ എന്നൊക്കെ പറയണേ ആ പ്രാണവായു അനശ്വരമായിട്ട് പ്രപഞ്ചവായുവിൽ ലയിക്കുകയാണ്. പ്രാണവായു എന്ന് മൊത്തത്തിൽ വ്യവഹരിക്കപ്പെടുന്ന പലതരം വായുക്കളുടെ ചലനം 5 തര പഞ്ചപ്രാണൻ ഉണ്ടല്ലേ, ആ ശരീര അന്തർഭാഗത്ത് നടക്കുന്നത് കൊണ്ടാണ് ജീവിയുടെ സർവ പ്രവർത്തനങ്ങളും നടക്കുന്നത്. യോഗികൾ ശരീരത്തിനകത്ത് ഈ ചലിക്കുന്ന വായുക്കളെയൊക്കെ നിയന്ത്രിക്കാൻ അവർക്ക് കഴിവുണ്ട്. അങ്ങനെ അവര് ഒരു ചക്രത്തിൽ നിന്ന് മറ്റൊരു ചക്രത്തിലേക്ക് ഈ പ്രാണവായുവിനെ കടത്തി വിട്ടിട്ട് ഒടുവിലെ ബ്രഹ്മരന്ധ്രത്തിൽ എത്തിക്കും. അങ്ങനെ അവര് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടാനുസരണം സമാധി ആവാനും അല്ലെ, ഇഷ്ടാനുസരണമുള്ള ലോകത്തിലേക്ക് എത്തിക്കാനും ഒക്കെ യോഗിക്ക് സാധിക്കും. അതിന് ആദ്യം ഈ ഭൗതിക ശരീരം ഉപേക്ഷിക്കണം, അതിനുശേഷം മറ്റൊരു ശരീരത്തിനെ സ്വീകരിക്കണം. ഈ പ്രക്രിയയില് ഏറ്റവും മികച്ച പൂർണ്ണതയിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നവര് ഈ മന്ത്രത്തിൽ പറഞ്ഞ പോലെ ആദ്യമായിട്ട് ഭൗതിക ശരീരം പൂർണ്ണമായി ഉപേക്ഷിക്കുക തന്നെ വേണം. എന്നാ അവൻ പിന്നീട് ആത്മീയ മേഖലയിൽ പ്രവേശിച്ചിട്ട് വ്യത്യസ്തമായ ശരീരം, അവിടുത്തെ ശരീരം എന്ന് പറഞ്ഞാല് ഒരിക്കലും നാശമോ മാറ്റമോ ആവശ്യമില്ലാത്ത ആത്മീയ ശരീരമാണ്, അത് സ്വീകരിക്കാൻ സാധിക്കും. അപ്പൊ ഭൗതിക ലോകത്തിലെ ഭൗതിക പ്രകൃതി ഒരു ജീവനെ അതിന്റെ ഇന്ദ്രിയ സന്ദർപ്പണത്തിനുള്ള അഭിലാഷങ്ങൾക്കനുസരിച്ചിട്ടാണ് വ്യത്യസ്ത ശരീരങ്ങൾ സ്വീകരിക്കാൻ നിർബന്ധിക്കണത്. അണുജീവികൾ തൊട്ട് ഏറ്റവും മികച്ച ഭൗതിക ശരീരമുള്ളവരായിട്ടുള്ള ദേവന്മാര്, ബ്രഹ്മാവ് എന്നിവര് വരെയുള്ള ജീവി വർഗങ്ങളിലായിട്ട് ഈ അഭിലാഷങ്ങള് വെളിവാക്കപ്പെടുക തന്നെ ചെയ്യും. അപ്പൊ ഈ ജീവികൾക്കൊക്കെ വിവിധ രൂപങ്ങളില് ആകാരം കൈക്കൊണ്ടിട്ടുള്ള ശരീരങ്ങളൊക്കെ ഉണ്ട്. ബുദ്ധിമാനായിട്ടുള്ള മനുഷ്യനോ ഈ ശരീര വൈവിധ്യത്തിലല്ല, ആത്മീയ വ്യക്തിത്വത്തില് ഏകത്വം ദർശിക്കണം. ഒരു ജീവൻ പന്നിയുടെ രൂപത്തിലാവട്ടെ അതല്ലെങ്കിൽ ദേവന്റെ രൂപത്തിലാവട്ടെ, അതിൽ സ്ഫുരിക്കണ ആ സർവേശ്വരനായിട്ടുള്ള ഭഗവാന്റെ അംശം, ആ ആത്മീയ സ്ഫുലിംഗം അത് ഒന്ന് തന്നെയാണ് എല്ലാവരിലും ഉള്ളത്. ഒരു ജീവൻ വിവിധ ശരീരങ്ങൾ സ്വീകരിക്കുന്നത് അത് ചെയ്യുന്ന ശുഭാശുഭങ്ങളായിട്ടുള്ള കർമ്മങ്ങളുടെ ഫലമായിട്ടാണ്. അപ്പൊ മനുഷ്യന്റെ ശരീരമാണ് ഏറ്റവും വികസിതമായിട്ടുള്ളത്, അതിലാണ് ബോധം പൂർണ്ണ അവസ്ഥയിൽ ഇരിക്കുന്നത്. അപ്പോ ഒരു മനുഷ്യൻ ഏറ്റവും പൂർണ്ണനായി തീരുന്നത് വളരെ ജന്മങ്ങൾക്ക് ശേഷമാണ്. ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻമാൻ പ്രപദ്യതേ എന്ന് നമ്മൾ കണ്ടു. അപ്പോ അങ്ങനെ അതിലേക്ക് ഉയർന്നു വന്നിട്ടുള്ള മനുഷ്യൻ എല്ലാം ഭഗവാനിൽ സമർപ്പിക്കുകയാണ് ചെയ്യേണ്ടത്.
അവന്റെ വിജ്ഞാനവും സംസ്കാരവും പൂർണ്ണതയിൽ എത്തുന്നത് ഭഗവാൻ വാസുദേവനില് അർപ്പണ ബുദ്ധി ഉണ്ടാവുന്ന അവസരത്തിൽ മാത്രാണ്. അങ്ങനെ ഭഗവത് സേവനം ചെയ്യുന്നവർക്കാണ് അന്ത്യകാലത്ത് ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഓർക്കണേ, സ്മരിക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കാൻ അവകാശം ഉണ്ടാവുള്ളൂ. ഭഗവാന്റെ ദിവ്യ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന ബ്രഹ്മജ്യോതിസ് ആത്മീയ സ്ഫുലിംഗങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. ഈ സ്ഫുലിംഗങ്ങൾ പ്രത്യേകം പ്രത്യേകം അസ്തിത്വമുള്ള ജീവസത്തകളാണ്. ചിലപ്പോൾ ഈ ജീവന്മാർ ഇന്ദ്രിയ സുഖങ്ങളിൽ തത്പരരായിരിക്കും. അപ്പോൾ അവർ ഭൗതിക ലോകത്തിൽ ജനിക്കും. ഇന്ദ്രിയങ്ങളുടെ കൽപ്പനകൾ അനുസരിച്ച് വ്യാജപ്രഭുക്കളായി തീരും. ഈ മന്ത്രത്തില് എന്താ പറയണേ? ഒരു ജീവൻ തന്റെ ഭൗതിക ശരീരവും ഭൗതിക പ്രാണനും ഉപേക്ഷിച്ച് ഭഗവാന്റെ ആത്മീയ സാമ്രാജ്യത്തിലേക്കുള്ള പ്രവേശനം ആണ് ചെയ്യണത്. ഭക്തനായിട്ടുള്ള അയാള് തന്റെ ശരീരം ചാമ്പലാകുന്നതിന് മുമ്പ് താൻ എന്തെല്ലാം കർമ്മങ്ങളും ത്യാഗങ്ങളും ചെയ്തിട്ടുണ്ടോ അവയെല്ലാം ഭഗവാൻ സ്മരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തന്റെ പൂർവകർമ്മങ്ങളെയും ഭാവി ലക്ഷ്യത്തെയും മുഴുവൻ അറിഞ്ഞുകൊണ്ട് മരണസമയത്ത് അയാൾ നടത്തുന്ന പ്രാർത്ഥനയാണ് ഇത്. ഭൗതിക പ്രകൃതിക്ക് പൂർണ്ണമായും അടിമപ്പെട്ടവൻ ഈ ഭൗതിക ശരീരത്തോടു കൂടി ഇരുന്ന കാലത്ത് എന്തെല്ലാം ഹീനകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ അവയെ സ്മരിക്കും. അപ്പോഴോ മരണശേഷം അവന് മറ്റൊരു ഭൗതിക ശരീരം ലഭിക്കും. ഇത് ഭഗവത്ഗീതയിലും പറഞ്ഞിട്ടുണ്ട്. യം യം വാ വിസ്മരൻ ഭാവം ത്യജത്യന്തേ കളേവരം തം തമേ വൈദി കൗന്ദേയ സദാ തദ്ഭാവ ഭാവിത. ശരീരം ത്യജിക്കുമ്പോൾ ഏതൊരവസ്ഥയെക്കുറിച്ചാണോ ഒരാൾ വിചാരിക്കുന്നത് മരണശേഷം അവന് നിശ്ചയമായും അത് തന്നെ ലഭിക്കുന്നു. അതായത് മരിക്കുന്ന ജീവിയുടെ വാസനകളെ മനസ്സ് അടുത്ത ജന്മത്തിലേക്ക് എടുത്തുകൊണ്ടുപോകുന്നു. അപ്പോ നമ്മള് ഈ ജന്മം, ദിസ് ലൈഫ് ഈസ് ദ പ്രിപ്പറേഷൻ ടു നെക്സ്റ്റ് ലൈഫ്, അതെപ്പോഴും ഓർമ്മ വേണം. മനുഷ്യൻ വികസിത മനസ്കരല്ലാത്ത ജീവികളിൽ നിന്ന് ഭിന്നനാണ്. ജീവിത യാത്രയിലെ ഒട്ടുവളരെ പ്രവർത്തനങ്ങളെ അവന് സ്മരിക്കാൻ സാധിക്കും. സ്വപ്നങ്ങള് ഉദാഹരണമാണ്. ആകയാൽ അവന്റെ മനസ്സ് ഭൗതിക അഭിലാഷങ്ങൾ കൊണ്ട് എപ്പോഴും സാന്ദ്രമായിരിക്കും. ഇത് ആത്മീയ ശരീരത്തോടു കൂടി ആത്മീയ ലോകത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് ആ മനുഷ്യനെ തടസ്സപ്പെടുത്തും. അല്ലെ, മനസ്സില് ആത്മീയ ഭൗതിക അഭിലാഷങ്ങൾ ഉണ്ടാവരുത്. ഭക്തന്മാർ ഭഗവത് ഭജനം ശീലിച്ച് ഭഗവത് പ്രേമം വളർത്തിക്കൊണ്ടുവരണം. മരണസമയത്ത് ഭഗവത് സ്മരണ അവന് ഉണ്ടായില്ലെങ്കിൽ പോലും ഈശ്വരൻ തന്റെ ഭക്തനെ വിസ്മരിക്കില്ല. അല്ലെ, നമ്മൾ ആ വ്യാധി, മരണം എന്ന് പറഞ്ഞ വേദനാജനകമാണ് എന്നാ കേൾവി. അപ്പോ ആ സമയത്ത് ഭഗവാനെ ഓർത്തില്ലെങ്കിലും ഒരു ഭക്തനാണ് എന്നുണ്ടെങ്കിൽ ആ ഭക്തനെ ഭഗവാൻ മറക്കില്ല. ഈ പ്രാർത്ഥന ഇവിടെ കൊടുത്തിരിക്കുന്നത് ഭക്തന്റെ സേവനങ്ങളെ പറ്റി ഭഗവാനെ ഓർമ്മിപ്പിക്കുന്നതിനു വേണ്ടിയാണ്. ഇപ്രകാരം ഓർമ്മിപ്പിച്ചിട്ടില്ലെങ്കിൽ തന്നെയും തന്റെ യഥാർത്ഥ ഭക്തന്റെ ഭക്തിമയ സേവനങ്ങളെ ഈശ്വരൻ മറക്കില്ല ഒരിക്കലും. കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്ത പ്രണശ്യതി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പോ ഭക്തന്മാരോട് തനിക്കുള്ള ഈ നിഗൂഢ ഗോപ്യമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഭഗവാൻ ഭഗവത്ഗീതയിലും പറഞ്ഞിട്ടുണ്ട്. ഒരുവൻ എത്ര വലിയ ഹീനകൃത്യങ്ങൾ ചെയ്തവനായാലും അവൻ എന്നെ സേവിക്കുന്നതിൽ തൽപരനായാൽ സജ്ജനമായി ഗണിക്കപ്പെടേണ്ടതാണ്. അഭിജേത്സു ദുരാചാരോ ഭജതേ മാമനന്യഭാഗ് സാധുരേവ സമന്തവ്യ സമ്യക് വ്യവസിത ഹിസ എന്നുള്ള ശ്ലോകം നമുക്ക് ഓർക്കാം. അപ്പോ അയാളുടെ ആ സ്വാഭാവിക ധർമ്മ നിർവഹണത്തിൽ തന്നെ അയാള് ഏർപ്പെട്ടിരിക്കുന്നുണ്ട്. അതിവേഗം അയാള് ധർമാത്മാവായി തീർന്ന് ശാന്തിയെ നേടും. അപ്പോ അർജുനനോട് പറയുന്നുണ്ട്, എന്റെ ഭക്തൻ ഒരിക്കലും നശിക്കില്ല എന്ന് ധീരമായി പ്രഖ്യാപിച്ചോളൂ അർജുന എന്ന്. അല്ലെ, ഭഗവാന്റെ ഭക്തനായാ മതി, പിന്നെ നമുക്ക് ദുഃഖമില്ല, നാശമില്ല. ഭക്തിയുത സേവനം 9 വിധത്തില് നമ്മളിപ്പോ കണ്ടു അല്ലെ. അപ്പോ മരണസമയത്ത് ഈശ്വരനെ സ്മരിക്കാൻ ഭക്തന് ഏറ്റവും എളുപ്പത്തിൽ സാധിക്കും. ഈ 9-ല് 1 മാത്രം സ്വീകരിച്ചിട്ട് പൂർണ്ണതയിൽ എത്താൻ സാധിച്ചവരാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന അല്ലെ ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ മന്ത്രത്തിന്റെയും വേദമന്ത്രങ്ങളുടെയും ഒക്കെ വ്യാഖ്യാനങ്ങളെ വേദാന്ത സൂത്രങ്ങളിൽ നിന്ന് സംഗ്രഹിക്കുക ശ്രീമദ് ഭാഗവതത്തില് വിസ്തരിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. വേദമാകുന്ന കൽപ്പവൃക്ഷത്തിന്റെ പരിപക്വ ഫലമാണ് ഭാഗവതം. പരീക്ഷിത്ത് മഹാരാജാവും ശ്രീ ശുകദേവനും ആദ്യം കണ്ടുമുട്ടിയ സന്ദർഭത്തിൽ അവർ തമ്മിലുണ്ടായ ചോദ്യോത്തരങ്ങളിൽ ഈശോപനിഷത്തിലെ
ഈ മന്ത്രം വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഭഗവത് അവദാനങ്ങളുടെ ശ്രവണവും കീർത്തനവുമാണ് ഭക്തി ജീവിതത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ. ഇത് രണ്ടും നമുക്ക് നിരന്തരം ചെയ്യാൻ സാധിച്ചാൽ തന്നെ നമുക്ക് മരണവേളയിൽ ഭഗവാനോട് ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കാൻ അവകാശം കിട്ടും, അല്ലേ? അപ്പൊ നമ്മള് ശ്രവണവും കീർത്തനവും നമ്മള് മുടങ്ങാതെ ചെയ്തു പോരുക. പരീക്ഷിത്ത് മഹാരാജാവിന്റെ മുഖ്യമായിട്ടുള്ള ചോദ്യം ഇതായിരുന്നു: ഒരു മനുഷ്യൻ തന്റെ മരണകാലത്ത് അനുഷ്ഠിക്കേണ്ട കൃത്യം എന്താണ് എന്ന്. അതിന് ശുകദേവൻ ഉത്തരം പറഞ്ഞത്: തസ്മാത് ഭാരത സർവാത്മാ ഭഗവാൻ ഈശ്വരോ ഹരി ശ്രോതവ്യ കീർത്തിതവ്യശ്ച സ്മർത്തവ്യശ്ചേച്ഛതാ ഭയം. എല്ലാ വ്യാകുലതകളിൽ നിന്നും മോചനം ലഭിക്കുന്നതിന് ആഗ്രഹിക്കുന്ന ഓരോ മനുഷ്യനും എപ്പോഴും സർവേശ്വരനും സർവപാപഹരനും സർവജീവികളുടെയും അന്തരാത്മാവുമായിട്ടുള്ള ആ ഭഗവാന്റെ കഥകൾ കേൾക്കണം, കീർത്തനം ചെയ്യണം, സ്മരിക്കുകയും വേണം എന്നാണ്. അപ്പോ നമ്മൾ ഈ നവധാ ഭക്തി 9 സാധിച്ചില്ലെങ്കിലും, അല്ലേ, 1, 2, 3 എങ്കിലും ഒക്കെ നമ്മൾ നിരന്തരം പരിശീലിച്ച് സ്വായത്തമാക്കണം. ഭഗവത് സേവനം പരിശീലിക്കാത്ത ഒരുവന് പ്രാണപ്രയാണ കാലത്ത് ശരീരം അസ്വസ്ഥമായിട്ടിരിക്കുന്ന വേളയില് ഭഗവാനോട് തന്റെ ത്യാഗമയ സേവനങ്ങളെ സ്മരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ എങ്ങനെയാണ് സാധിക്കുക? അവന്റെ സ്മരണയിൽ അപ്പോൾ എന്താ പൊന്തി വരിക, അല്ലെ? ശരീരം ഇങ്ങനെ അസ്വസ്ഥമായിരിക്കുന്ന വേളയില് ഭഗവാനെ സ്മരിക്കാൻ സാധിക്കുമോ? അറിയില്ല നമുക്ക്. അപ്പോ ഇന്ദ്രിയങ്ങളുടെ താല്പര്യം ഒക്കെ ആയിരിക്കും അവിടെ മുന്നിട്ട് നിൽക്കുക. അപ്പോ ഈ ശ്രവണം കീർത്തനം ഒക്കെ ജീവിച്ചിരിക്കുമ്പോ തന്നെ പ്രാക്ടീസ് ചെയ്ത് വന്നവർക്ക് തന്റെ ഇന്ദ്രിയങ്ങളെ ഭഗവത് ഉപാസനയ്ക്ക് നിരന്തരം ഉപയോഗിച്ചുകൊണ്ട് ജീവിച്ചവർക്ക് അങ്ങനെ ജീവിതത്തിൽ അനുഷ്ഠിക്കപ്പെടുന്ന പരിശീലനത്തിന്റെ ഫലങ്ങള് മൃത്യുമുഹൂർത്തത്തിലും അവന് പ്രയോജനകരമാക്കാൻ സാധിക്കും എന്നാണ്. അപ്പൊ നമ്മള് എപ്പോഴും ഭഗവത് സ്മരണയില്, അല്ലെ, കീർത്തനം ശ്രവണം എല്ലാം ചെയ്ത് നമ്മൾ ജീവിച്ചു പോരണം. അപ്പോഴാണ് ഈ മന്ത്രം 18-ലും 17-ല് പറഞ്ഞിരിക്കുന്ന രീതിയിൽ നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാൻ സാധിക്കുള്ളൂ. ഈ ശരീരം ഭസ്മമായി തീരട്ടെ, എന്റെ പ്രാണവായു ഈ പ്രപഞ്ചവ്യാപിയായ വായുവിൽ അലിഞ്ഞു ചേരട്ടെ. ഈ സന്ദർഭത്തിൽ അല്ലയോ ഭഗവാനെ, എന്റെ എല്ലാ കൃത്യങ്ങളെയും അങ്ങ് സ്മരിക്കണമേ. അങ്ങ് ആത്യന്തിക ഭോക്താവാണ്. ഞാൻ അങ്ങേക്ക് വേണ്ടി ചെയ്തതെല്ലാം അങ്ങ് ഓർക്കണമേ എന്ന് പറയാൻ. ജീവിതത്തിന്റെ പൂർണ്ണത എന്താണ്? ആരാ പറയാ? ഭഗവാനിൽ എത്തിച്ചേരുക. അതാണ് ആത്മജ്ഞാനം, ആ സത്യദർശനം, ആ ഭഗവാനിൽ എത്തിച്ചേരല് തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ പരിപൂർണത. ഇനി കൃഷ്ണാവബോധത്തിന്റെ 9 പ്രക്രിയ പറയൂ. നമ്മളിപ്പോ പറഞ്ഞത് തന്നെ അല്ലേ? അതിന്റെ ഉദാഹരണവും നമ്മൾ പറഞ്ഞു. അതാണ് ചോദ്യം. ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. അതെ, അതിന്റെ ഉദാഹരണങ്ങളും പറഞ്ഞാൽ മതി കേട്ടോ. അത് പിന്നെ എഴുതിയാൽ മതി, ക്വസ്റ്റ്യൻ വരുമ്പോ എഴുതിയാൽ മതി. ഹരേ കൃഷ്ണ. മന്ത്രം 18. മുതൽ 18 വരെ മരണത്തിന്റെ സമയത്ത് ഭഗവാന്റെ ആത്മീയ രൂപത്തിന്റെയും കരുണയുടെയും വെളിപ്പെടുത്തലിനുള്ള പ്രാർത്ഥനകൾ നമ്മൾ കണ്ടു. കൃഷ്ണന്റെ കാരുണ്യം നേടാൻ ആഗ്രഹിക്കുന്ന ആ ഭക്തന്റെ സമാപന പ്രാർത്ഥന മന്ത്രം 18. അഗ്നേ നയ സുപധാ രായേ അസ്മാൻ വിശ്വാനി ദേവ വയുനാനി വിദ്വാൻ യുയോധ്യ സ്മജ്ജുഹുരാണമേനോ ഭൂയിഷ്ടാം തേ നമ ഉക്തിം വിധേമ. അഗ്നിയെ പോലെ തേജസ്വിയായ സർവേശ്വര, സർവശക്ത, ഞാനിപ്പോൾ നമസ്കാര വചനങ്ങൾ പറഞ്ഞുകൊണ്ട് അങ്ങയുടെ കാൽക്കൽ സാഷ്ടാംഗം വീഴുന്നു. ഭഗവാനെ, അങ്ങയെ പ്രാപിക്കുന്നതിന് തക്കവണ്ണം ശരിയായ മാർഗത്തിൽ എന്നെ നയിച്ചാലും. കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ എന്തെല്ലാമാണ് ചെയ്തിട്ടുള്ളത് എന്ന് നല്ല പോലെ അറിയുന്ന അങ്ങ് എന്നെ പൂർവ പാപകർമ്മ ഫലങ്ങളിൽ നിന്ന് മോചിപ്പിച്ചാലും. എന്റെ പുരോഗതിയിൽ തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. ഇതാണ് പ്രാർത്ഥന. എന്താണ് പറയണേ? ആ അഗ്നിയെ പോലെ തേജസ്വിയാണ് അങ്ങ്.
അങ്ങനെയുള്ള സർവേശ്വര, സർവശക്ത, അപ്പോ ഞാന് ഇപ്പതാ അങ്ങയുടെ കാൽക്കല് സാഷ്ടാംഗം നമസ്കരിക്കുകയാണ്. ഭഗവാനെ, അങ്ങയെ പ്രാപിക്കുന്നതിന് തക്കവണ്ണം ഏത് മാർഗമാണോ സ്യൂട്ടബിൾ ആയത് അതിൽ കൂടെ എന്നെ നയിച്ചാലും, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞാൻ എന്തെല്ലാമാണോ ചെയ്തിട്ടുള്ളത് എന്ന് അങ്ങേക്കാണ് നല്ല പോലെ അറിയുന്നത്. അപ്പോ എന്നെ പാപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ആ പൂർവ്വ പാപ കർമ്മ ഫലങ്ങളിൽ നിന്നൊക്കെ മോചിപ്പിച്ചാലും, എന്റെ പുരോഗതിയില് തടസ്സങ്ങളൊക്കെ നീക്കി തന്നാലും എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അന്ത്യകാലത്തിലുള്ള പ്രാർത്ഥനകളാണ് ഇതൊക്കെ. പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാന്റെ അകാരണ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചും ആത്മാർപ്പണം ചെയ്തും ഭക്തന് പരിപൂർണമായ ആത്മസാക്ഷാത്കാരത്തിന്റെ മാർഗത്തിൽ പുരോഗതി നേടാം. ഭഗവാനിൽ ശരണാഗതി ചെയ്യുക, അത് തന്നെയാണ് നമ്മുടെ ശ്രേയസ്സിന് കാരണമാവുന്നത്. കൃഷ്ണന് സമർപ്പിക്കുക, ഭഗവാനിൽ സമർപ്പിക്കുകയും അവന്റെ പരിധിയില്ലാത്ത കാരുണ്യത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിലൂടെ ഭക്തന് പൂർണമായ ആത്മസാക്ഷാത്കാരത്തിന്റെ പാതയിൽ മുന്നേറാനാകും. ഭഗവാനെ അഗ്നി എന്ന് അഭിസംബോധന ചെയ്യുന്നു. കാരണം സമർപ്പിത ആത്മാവിന്റെ പാപങ്ങൾ ഉൾപ്പെടെ എന്തും ഭസ്മമാക്കും അല്ലേ. ഭഗവാനിൽ ശരണാഗതി ചെയ്തവന്റെ ആ പാപഫലങ്ങളൊക്കെ അഗ്നിയിൽ എന്ന പോലെ ഭഗവാൻ ഭസ്മമാക്കി കളയും അല്ലേ. അതുകൊണ്ട് ഭഗവാനെ അഗ്നിയുടെ പോലെ തേജസ്വിയാണ് ഭഗവാൻ എന്ന് സംബോധന ചെയ്തു. ഭഗവത്ഗീതയില് 18. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. എല്ലാ ധർമ്മങ്ങളും കളഞ്ഞ് എന്നെ ശരണം പ്രാപിച്ചോളൂ. ആ ശരണാഗതി കൊണ്ട് പാപകർമ്മങ്ങളൊക്കെ ഒടുങ്ങി എല്ലാ മാലിന്യങ്ങളും നീങ്ങി പരിശുദ്ധരാവാൻ നമുക്ക് സാധിക്കുള്ളൂ. 2 പറയുന്നത് രാഗദ്വേഷ വിമുക്തൈസ്തു വിഷയാനിന്ദ്രിയൈശ്ചരൻ ആത്മവൈശ്യൈർവിധേയാത്മാ പ്രസാദമധിഗച്ഛതി. പൂർണ്ണമായിട്ട് സമർപ്പിത ആത്മാക്കളുടെ ചുമതല അത് ഭഗവാൻ ഏറ്റെടുക്കും എന്നാണ്. ഭഗവാനിൽ ശരണാഗതി ചെയ്യുക, ആ കാലുകളിൽ എന്നെ മുറുക്കെ പിടിക്കുക, അതേ നമുക്ക് ചെയ്യാനുള്ളൂ. ശ്രീ ഈശോപനിഷത്തിലെ ഈ മന്ത്രത്തിൽ ഭക്തൻ തന്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ തിരുത്താൻ ഭഗവാനോട് പ്രാർത്ഥിക്കുക. തെറ്റുകുറ്റങ്ങളൊക്കെ തിരുത്തി എന്നെ നേർവഴിക്ക് നയിക്കൂ ഭഗവാനെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. 2 വഴികളുണ്ട്. മഹാഋഷിമാര്, വേദഗ്രന്ഥങ്ങള്, ആത്മീയ ഗുരു, സാധു, ശാസ്ത്രം എന്ന്. രണ്ടാമത്തെയോ എല്ലാവരുടെയും ഹൃദയത്തിൽ വസിക്കുന്ന ഭഗവാൻ. എല്ലാ വിധത്തിലും ഭക്തൻ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. വേദജ്ഞാനം അതീന്ദ്രിയമാണ്. അത് ലൗകിക വിദ്യാഭ്യാസ നടപടിക്രമങ്ങളാൽ മനസ്സിലാക്കാൻ കഴിയില്ല. ഭഗവാന്റെയും ആത്മീയ ഗുരുവിന്റെയും കൃപയാൽ ഒരാൾക്കത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോ എന്താണ് ഒരു ഭക്തൻ പേടിക്കേണ്ട ആവശ്യമില്ല അല്ലേ. ഏത് ഘട്ടത്തിലും ഭഗവാൻ എന്നെ സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ള ഉറപ്പ്. ഇപ്പോ ഈ വേദജ്ഞാനങ്ങള്, ശാസ്ത്രജ്ഞാനമൊക്കെ ആത്മീയമാണ്. അത് ഈ ലൗകിക വിദ്യാഭ്യാസം കൊണ്ട് ഒന്നും മനസ്സിലാക്കാൻ കഴിയുന്നതല്ല. ഭഗവാന്റെയും ആത്മീയ ഗുരുവിന്റെയും കൃപയാൽ മാത്രമേ ഒരാൾക്ക് ആ വേദജ്ഞാനം ലഭിക്കുള്ളൂ. മന്ത്രം 18 കൃഷ്ണനെ ഡാഷ് ആയി താരതമ്യം ചെയ്യുന്നു. എന്തിനോടാണ് താരതമ്യം ചെയ്തിന്? അഗ്നിയെ പോലെ തേജസ്വി ആയിട്ടാണ് അല്ലെ താരതമ്യം. നിങ്ങളുടെ തിരിച്ചറിവുകൾ പങ്കിടുക എന്നാണ്. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഈ അധ്യായം നോക്കേണ്ടതുണ്ട്. ഇപ്പോ ആത്മസാക്ഷാത്കാരം എന്നുള്ളത് മനുഷ്യ ശരീരത്തില് ഇരിക്കുമ്പോ മാത്രമേ നേടാൻ സാധ്യമാവുള്ളൂ. മറ്റു രൂപങ്ങളിൽ ഇരുന്നു കൊണ്ടൊന്നും സാധ്യമല്ല. ലോകത്തുള്ള 84 ലക്ഷം തരത്തിലുള്ള ജീവികളിൽ വെച്ചിട്ട് ബ്രഹ്മസംസ്കാരം കൊണ്ട് ധന്യമായ മനുഷ്യ ജീവിതത്തിന് മാത്രാണ് നിരതിശയമായിട്ടുള്ള ആത്മജ്ഞാനത്തിനുള്ള അർഹത കിട്ടിയിട്ടുള്ളൂ. സത്യം, ഇന്ദ്രിയ നിഗ്രഹം, തിതിക്ഷ എന്ന് പറഞ്ഞ ക്ഷമ, സാരല്യം, സമ്പൂർണമായ ജ്ഞാനം, ഈശ്വരനിൽ സമ്പൂർണമായ വിശ്വാസം എന്നിവയെല്ലാം ബ്രഹ്മസംസ്കാരത്തിന്റെ ലക്ഷണങ്ങളാണ്. ഭഗവത്ഗീതയില് 6:41, 42 ഭഗവാൻ നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആത്മജ്ഞാന മാർഗത്തില് വീഴ്ച പറ്റിയവരായ യോഗഭ്രഷ്ടന്മാർക്ക് പൂർണ്ണത നേടാൻ സാധിച്ചില്ലെങ്കിലും
പിന്നത്തെ ജന്മങ്ങളില് ഉത്തമ ബ്രാഹ്മണരുടെ കുലങ്ങളിലോ ധനികരായ വൈശ്യരുടെ കുടുംബങ്ങളിലോ പിറന്നിട്ട് തന്റെ ആ പിഴ പറ്റിയതൊക്കെ തിരുത്താൻ പിന്നെയും ഭഗവാൻ അവസരം നൽകും എന്ന്. അത്തരം ജന്മങ്ങൾ അവർക്ക് ആത്മജ്ഞാനത്തിന് കൂടുതൽ മികച്ച അവസരങ്ങള് ലഭ്യമാക്കും. മായാമോഹിതനായി ആ അവസരങ്ങളും ഒരാൾ നഷ്ടപ്പെടുത്തുകയാണ് എന്നുണ്ടെങ്കിൽ സർവശക്തനായ ഈശ്വരൻ അവന് നൽകിയിട്ടുള്ള ആ മനുഷ്യ ജന്മം വെറുതെ പാഴായി പോയി എന്ന് തന്നെ വേണം കരുതാൻ. അല്ലെ, ഈ ജന്മത്തില് പൂർണ്ണത കൈവരിക്കാൻ സാധിച്ചില്ലെങ്കിലും നമ്മൾ കുറച്ചെങ്കിലും ഭക്തി സേവനം ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിനേക്കാൾ മികച്ച ഒരു സാഹചര്യത്തില് ജനിക്കാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ഇതിലെ പരിപൂർണത കൈവരിക്കാൻ സാധിക്കും. അതല്ലാതെ വീണ്ടും വീണ്ടും അവസരം കൊടുത്തിട്ടും ഒരാള് ഈ മായാ വലയത്തിൽപ്പെട്ട് പ്രവർത്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അയാളുടെ ജീവിതം പാഴലാവും. നിയാമകങ്ങളായ തത്വങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരാൾക്ക് കാമ്യകർമ്മങ്ങളുടെ മേഖലയിൽ നിന്ന് ക്രമത്തിൽ ആത്മജ്ഞാനത്തിന്റെ മേഖലയിലേക്കുള്ള ഉയർച്ച നിശ്ചയമായും ലഭിക്കും. അതിനാണ് നമ്മൾ നിയന്ത്രിതമായ ജീവിതം വേണം, തപോനിഷ്ഠയോടെ ജീവിക്കണം, ജപം, ധ്യാനം, അല്ലെ, പ്രസാദ സേവ, അല്ലെ, ഭഗവത് പൂജാദികള് ഇതൊക്കെ വേണം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഭക്തന്റെ എല്ലാ കാര്യങ്ങളും ഭഗവാൻ തന്നെ ശരണം പ്രാപിച്ചിട്ടുള്ള ജീവന്റെ യോഗക്ഷേമ കാര്യങ്ങള് സ്വയം ഏറ്റെടുക്കുമെന്നാണ്. പാപകർമ്മ ഫലങ്ങളിൽ നിന്നൊക്കെ അയാളെ മോചിപ്പിക്കുകയും ചെയ്യും ഭഗവാൻ. ഇനി പിന്നെ എന്താ വേണ്ടേ, അല്ലേ, ഇതിൽ കൂടുതല്? ഇപ്പൊ സർവശക്തനായ ഭഗവാൻ എല്ലാവരുടെയും ഹൃദയത്തിൽ ഇരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ തന്റെ ആത്മാർത്ഥ ഭക്തന് ശരിയായ മാർഗത്തിൽ പ്രവേശിക്കുന്നതിന് വേണ്ടതായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകാൻ സാധിക്കും. അപ്പോ ഭക്തൻ മറ്റൊന്നാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ പോലും ഈശ്വരൻ നിശ്ചയമായിട്ട് ശരിയായിട്ടുള്ള മാർഗം തന്നെയാണ് നിർദ്ദേശിച്ചു കൊടുക്കുക. ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്, സ്വപാദമൂലം ഭജത പ്രിയസ്യ ത്യക്താന്യഭാവസ്യ ഹരിപരേശ വികർമ്മയച്ചോത്പതിതം കഥാചിത് ധുനോതി സർവം ഹൃദി സന്നിവിഷ്ടം. ഭഗവാൻ ഭക്തനിൽ അത്രത്തോളം കൃപാമയനാണ്. ഭക്തൻ ചിലപ്പോൾ വികർമ്മവുമായി ബന്ധപ്പെടുന്നു എങ്കിൽ പോലും, വേദവിരുദ്ധമായ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നു എങ്കിൽ പോലും അവന്റെ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് ഭഗവാൻ അവനെ വിലക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഭക്തന്മാർ ഭഗവാന് അത്രത്തോളം പ്രിയപ്പെട്ടവരാണ്. ഈ മന്ത്രത്തിൽ ഭക്തൻ ഭഗവാനോട് തന്റെ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് തന്റെ തെറ്റ് തിരുത്തുവാൻ പ്രാർത്ഥിക്കുകയാണ്. തെറ്റ് മനുഷ്യന് ജന്മസിദ്ധം തന്നെയാണ്. ഉപാധിബദ്ധനായിട്ടുള്ള ആത്മാവ് പലപ്പോഴും തെറ്റ് ചെയ്യുന്നതിനും സാധ്യതയുണ്ട്. അറിയാതെ ചെയ്യപ്പെടുന്ന പാതകങ്ങൾക്ക് പരിഹാരമായി അനുഷ്ഠിക്കാനുള്ളത് ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ ശരണം പ്രാപിക്കുക എന്നത് മാത്രമാണ്. വേദവിജ്ഞാനം എന്ന് പറഞ്ഞത് വിരളമാണ്, അല്ലെ? സാമാന്യമായിട്ടുള്ള അധ്യയന സമ്പ്രദായത്തിലൂടെ ഒന്നും അത് ലഭിക്കില്ല. ഭഗവത് കൃപ കൊണ്ടും ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ടും മാത്രമേ വേദമന്ത്രങ്ങള് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അർഹനായിട്ടുള്ള ഒരു ഗുരുവിനെ ആശ്രയിക്കുന്നതിന് ഒരാൾക്ക് അവസരം കിട്ടുകയാണെങ്കിൽ തീരുമാനിക്കാം, അയാള് ഈശ്വര അനുഗ്രഹത്തിന് പാത്രീഭൂതനായ ആളാണ് എന്നപ്പോ നമുക്ക് മനസ്സിലാക്കാം. ഗുരുവിന്റെ രൂപത്തിലാണ് ഭഗവാൻ ഭക്തന് ദർശനം നൽകുന്നത്. ഇപ്രകാരം ഒരു ഭക്തനെ ഗുരുവും വേദമന്ത്രങ്ങളും ഹൃദയസ്ഥിതനായ ഭഗവാനും പൂർണ്ണ പ്രഭാവത്തോടെ അനുഗ്രഹിക്കും. ആകയാ ഒരു ഭക്തന് വീണ്ടും ഭൗതികമായ വലയത്തിൽപ്പെട്ട് ഉഴലേണ്ടതായി വരില്ല. എല്ലാ വിധത്തിലും സംരക്ഷിക്കപ്പെടുന്ന ഭക്തൻ തന്റെ പരമലക്ഷ്യമായ പരിപൂർണതയിൽ തീർച്ചയായും എത്തിച്ചേരുന്നു. ഈ പദ്ധതിയാണ് പ്രസ്തുത മന്ത്രത്തിൽ സമഗ്രമായി സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ശ്രീമദ് ഭാഗവതത്തിലും കൂടുതൽ വിസ്തരിച്ച് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഭഗവാന്റെ അവദാനങ്ങള് അത് കേൾക്കുന്നതും പ്രകീർത്തിക്കുന്നതും അതൊക്കെ പവിത്രമായിട്ടുള്ള കർമ്മങ്ങളാണ്. താൻ എല്ലാ ജീവജാലങ്ങളുടെയും ഹിതകാംക്ഷി ആകയാൽ എല്ലാവരും തന്നെ കുറിച്ച് പാടണം, കേൾക്കണം എന്നൊക്കെയും ഭഗവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈശ്വര കഥകൾ കേട്ടും കേൾപ്പിച്ചുകൊണ്ടും ഇരിക്കുന്നവന് അനാവശ്യ കാര്യങ്ങളിലുള്ള ആഗ്രഹം ഇല്ലാണ്ടാവും. ഈശ്വരനിലെ ഭക്തി ഉറയ്ക്കും. ഈ നിലവാരത്തിൽ എത്തിയ ഭക്തൻ ഒരു ബ്രാഹ്മണന്റെ യോഗ്യതകൾ ലഭിച്ചവനായി തീരും. പ്രകൃതിയുടെ താഴ്ന്ന തരം ഗുണങ്ങള്, അതായത് രജോ ഗുണം, തമോ ഗുണം തുടങ്ങി
അവനിൽ നിന്ന് എന്നേക്കുമായിട്ട് മാറിപ്പോവും. ഭക്തിപൂർവമായ ഉപാസനയുടെ ഫലമായിട്ട് പ്രബുദ്ധനായിത്തീരും, അറിവുള്ളവനായിത്തീരും. ഭഗവാന്റെ മാർഗത്തെയും ഭഗവത് പ്രാപ്തിക്കുള്ള ഉപായത്തെയും അവൻ അറിയും. എല്ലാ സംശയങ്ങളും അസ്തമിക്കുന്നത് കൊണ്ട് അവൻ പരിശുദ്ധ ഭക്തിയുടെ ഉടമയായിത്തീരുന്നു. അതാണ് ഈ മന്ത്രത്തിന്റെ സാരം, താല്പര്യം. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് ഇത് നമ്മള് തിരിച്ചറിവുകൾ പങ്കിടുക. ആരാ പറയാ ഈ മന്ത്രത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാ മനസ്സിലായേ ഒന്ന് പറയൂ. 2 മന്ത്രത്തിൽ നിന്നും എന്താ മനസ്സിലായേ? ആദ്യത്തെ മന്ത്രത്തില് 17 നമ്മൾ പറയുന്നുണ്ട് അല്ലെ, ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ അങ്ങ് ഓർക്കണം എന്ന് പറയുന്നുണ്ട് അല്ലെ. എല്ലാ കൃത്യങ്ങളും അങ്ങേക്ക് സ്മരിക്കാൻ സാധിക്കും, അങ്ങ് എല്ലാം ഓർക്കണം. അപ്പൊ നമ്മൾ ഈ എന്താ പറയാ, തിന്മകളൊക്കെ കുറെ മോശം കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് അതൊക്കെ ഭഗവാനെ ഓർത്തിട്ട് എന്താ കാര്യല്ലേ? അവസാന വേളയില് നമ്മള് എപ്പോഴും നന്മകൾ ചെയ്യണം, ഭഗവത് സേവനം ചെയ്യണം അല്ലേ. സത്യം, ധർമ്മം, അതൊക്കെ സത്യം വദ ധർമ്മം ചര എന്നുള്ള ജീവിക്കണം അല്ലേ. ഒരു ഭക്തൻ അങ്ങനെയാണ് വേണ്ടത്. അങ്ങനെ ഭക്തനായിട്ട് തീർന്ന ആൾക്ക് ഇതൊക്കെ, ഇങ്ങനെയുള്ള പ്രാർത്ഥനകള് ചെയ്യാൻ അയാൾക്ക് അർഹതയുണ്ടാവും അല്ലേ. അപ്പോ എപ്പോഴും നമ്മള് ആ നവധാ ഭക്തിയിലെ 1 or 2 എങ്കിലും നമ്മള് പരിശീലിക്കണം. അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. അപ്പൊ 18ാമത്തെ മന്ത്രം പറയുന്നതോ, അപ്പൊ ഭഗവാൻ എങ്ങനെ പല രീതിയിൽ പറയുന്നുണ്ട് അല്ലെ. അഗ്നിയെ പോലെ തേജസ്വി ആയിട്ടുള്ള സർവേശ്വര, സർവശക്ത, നമസ്കാര വചനങ്ങൾ കൊണ്ട് ഞാനിതാ അങ്ങയുടെ കാൽക്കൽ നമസ്കരിക്കുകയാണ്. അപ്പൊ അങ്ങയെ പ്രാപിക്കാൻ തക്ക മാർഗം അങ്ങ് തന്നെ വേണം എനിക്ക് ഉപദേശിച്ചു തരാൻ. അങ്ങനെ നയിക്കൂ എന്നെ. ഇപ്പൊ ഞാൻ കഴിഞ്ഞ കാലങ്ങളില് എന്തൊക്കെയാ ചെയ്തേ എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ അല്ലെ. ആ പൂർവ പാപകർമ്മ ഫലങ്ങളിൽ നിന്നൊക്കെ എന്നെ മോചിപ്പിച്ചിട്ട് എന്റെ പുരോഗതിയില് തടസ്സങ്ങളൊക്കെ മാറ്റിത്തരണേ എന്നാണ് പ്രാർത്ഥിക്കണേ. അങ്ങനെ തടസ്സങ്ങളൊക്കെ മാറുമ്പോഴാണ് അല്ലെ നമുക്ക് ഭഗവാനിലേക്ക്, ആ ധാമത്തിലേക്ക് എത്താൻ സാധിക്കുക. അപ്പൊ അതിനായിട്ടുള്ള പ്രാർത്ഥനയാണ് മന്ത്രം 18. അതൊക്കെയാണ് നമ്മൾ ഇപ്പൊ ഈ 2 മന്ത്രങ്ങൾ ഇപ്പൊ ഇന്ന് നോക്കിയതിൽ നിന്ന് മനസ്സിലാക്കിയത്. ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ വൃന്ദ കി ജയ്. ശ്രീല പ്രഭുപാദ് കി ജയ്. ഗുരു മഹാരാജ് കി ജയ്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയമുണ്ടോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അറ്റൻഡൻസ് ഇടാത്തവരൊക്കെ ഇട്ടോളൂ കേട്ടോ. ഹേമലത മാതാജി ഇട്ടിട്ടില്ല തോന്നുന്നു.